പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വരഞ്ഞു കാണിച്ച ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ. വിശ്വവിഖ്യാതനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ളവർ. തൃശൂർ കൊടുങ്ങല്ലൂരിലെ ചന്ദ്രൻ മാസ്റ്ററെയും നമ്മൾ അറിയണം. പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും അങ്ങനെ തന്നെ ജീവിക്കാൻ അനുവദിക്കുക മാത്രമല്ല മാസ്റ്റർ ചെയ്തത്. ഇന്ത്യയുടെ മാത്രം സ്വത്തായിരുന്ന വിവിധ ഇനത്തിലുള്ള നാടൻ കന്നുകാലികളെ ശേഖരിച്ച് വളർത്തുക കൂടി ചെയ്തു മാസ്റ്റർ. കേരളം കാണാതെയും അറിയാതെയും പോയ വ്യത്യസ്തനായ പ്രകൃതി സ്നേഹി, ഒരു പച്ച മനുഷ്യൻ. ഇന്ത്യയിലും വിദേശത്തുമായി ദീർഘകാലം ഇംഗ്ലീഷ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ചന്ദ്രൻ മാസ്റ്ററുടെ ജീവിതം മാറുന്നത് 1/4 നൂറ്റാണ്ടിന് അപ്പുറത്താണ്. പത്ത് ഏക്കറോളം വരുന്ന വീട്ടുവളപ്പിലെ തെങ്ങുകൾ പലതും ചീയാൻ തുടങ്ങി. പ്രശ്നത്തിന് പരിഹാരം തേടി നിരവധി ഓഫീസുകൾ കയറിയിറങ്ങി. ആലോചനകൾക്കൊടുവിൽ ഒരു യുക്തിയിലെത്തി. പ്രകൃതി നൽകിയതിനെ പ്രകൃതി തിരിച്ചെടുക്കട്ടെ. മാഷും അങ്ങനെ പ്രകൃതി സ്നേഹത്തിലേക്ക് മടങ്ങി. നല്ല തെങ്ങുകൾക്കൊക്കെ കാറ്റ് പിടിച്ച് മറിച്ച് എല്ലാം നശിച്ചു പോയപ്പോൾ എനിക്ക് വരുമാനം ചുരുങ്ങി. ഞാൻ ഇതിൻ്റെ പരിഹാരം തേടി ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഓടി നടന്നു. ഒരു ദിക്കിൽ നിന്നും എനിക്ക് പരിഹാരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ അവസരത്തിലാണ് ഫുക്കുവോക്കയുടെ വട്ടുവൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം വായിക്കുന്നത്. അപ്പോൾ ഫുക്കുവോക്കയുടെ നിർദ്ദേശമാണ്, പ്രകൃതിയാണ് നമ്മൾ ഇതിന് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ തിരിച്ച് പ്രകൃതിക്ക് വിട്ടുകൊടുത്താൽ പ്രകൃതി സംരക്ഷിക്കും. പ്രകൃതിക്ക് വിരുദ്ധമായത് നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ പ്രകൃതി കൃഷിയിലേക്ക് നീങ്ങി. നീ അവരൊക്കെ അറിയോ? 74 വയസ്സ് പിന്നിടുന്ന ഇദ്ദേഹത്തിന് ഇന്ന് ഒരു അസുഖവുമില്ല. 1.5 പതിറ്റാണ്ടിലേറെയായി തികഞ്ഞ ഒരു കർഷകനാണ് ഇദ്ദേഹം. മാഷിന്റെ കൃഷിയിടത്തിൽ വളരാത്ത ഔഷധങ്ങളോ ചെടികളോ വൃക്ഷങ്ങളോ വിരളം. എല്ലാം നാടൻ ഇനങ്ങൾ. കൃഷിയിടത്തിൽ രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാറേയില്ല. ഇവിടെ പടർന്ന കാടും പടലുമൊന്നും പറിച്ചു കളയാറുമില്ല. ജാപ്പനീസ് നാടൻ കൃഷി വിദഗ്ധനായ മസനോബു ഫുക്കുവോക്കയുടെ അതേ വഴിയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. പിന്നെ സുഭാഷ് പലേക്കർ. നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന സുഭാഷ് പലേക്കറുടെ സീറോ ബജറ്റ് കൃഷി രീതിയിൽ എത്തി നിൽക്കുന്നു ഇന്ന് അദ്ദേഹം. തെങ്ങുകൾ തടം തുറക്കില്ല. പറമ്പിൽ പല ഭാഗത്തായി 10-ലധികം കുളങ്ങൾ. എല്ലാത്തിലും മത്സ്യങ്ങളും ആമകളും. പക്ഷേ ഒന്നിനെയും വിൽക്കില്ല. തനിക്ക് വേണ്ടതെല്ലാം ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് മാഷ്. ഞാൻ കൊത്തും കളയും നടത്താറില്ല. പ്രകൃതിക്ക് വിരുദ്ധമാണ് അപ്പോൾ. പിന്നെ വളപ്രയോഗം, നമ്മൾ തടമെടുത്ത് വളപ്രയോഗം നടത്താറില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇലയൊക്കെ അതിൻ്റെ ഏറ്റവും ജൈവാംശമുള്ള വളമാണ്. ചാണകം ജൈവാംശമുള്ള വളങ്ങളാണ്. അപ്പോൾ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. മണ്ണിനെ സംരക്ഷിക്കുന്നു, മണ്ണിനെ നശിപ്പിക്കുന്നില്ല, കാരണം വിഷലിപ്തമാവുന്നില്ല. എല്ലാം പ്രകൃതിയോട് യോജിച്ച് നിന്നു കഴിഞ്ഞാൽ മനുഷ്യരാജ്യക്ക് നന്മ മാത്രമേ വരുള്ളൂ. നാടൻ പശുശേഖരത്തിൽ സമ്പന്നനാണ് മാഷ്. മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ നിന്ന് വാങ്ങിയ താർപാർക്കർ, ശ്രീകൃഷ്ണന്റെ പശു എന്ന് സങ്കല്പിക്കുന്ന കൃഷ്ണവാലി, നെഹ്റുവിന്റെ ഇഷ്ടപശുവായിരുന്ന ജൈൻ പിഗ്മി എന്നിവയെല്ലാം ഈ ശേഖരത്തിലുണ്ട്. പശുക്കളിൽ ഒന്നിനെപ്പോലും കറക്കാറില്ല. പശുവിൻ പാൽ പശുക്കിടാവിനാണ് എന്നതാണ് മാഷിന്റെ നിലപാട്. പക്ഷേ പശു തരുന്ന ചാണകവും മൂത്രവും ഉപയോഗിക്കും. താനെന്നും ഗോമൂത്രം കുടിക്കാറുണ്ടെന്ന് മാഷ് പറയുന്നു. ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഗോമൂത്രത്തിനുണ്ടെന്നാണ് മാഷിന്റെ വാദം. ഗോമൂത്രം കൊണ്ട് ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കുന്നു. പഞ്ചഗവ്യം കൊണ്ട് ഒരുപാട് മരുന്നുകൾ, നമ്മുടെ മനുഷ്യന്റെ എല്ലാ അസുഖങ്ങളും മാറ്റാനുള്ള മരുന്നുകൾ പഞ്ചഗവ്യം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ത്യൻ നാടൻ പശുക്കളിൽ അവശേഷിക്കുന്ന 34-ൽ 16 ഇനവും മാഷിന്റെ പറമ്പിലുണ്ട്. വൻ പ്രതിരോധശേഷിയുള്ള നാടൻ പശുക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം
നന്നായി അറിയാവുന്ന ചന്ദ്രൻമാഷ് ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവ ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നുമായി സംഘടിപ്പിച്ചത്. ഹൈക്കോടതിയിൽ ഹർജി നൽകിയായിരുന്നു കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് വെച്ചൂർ പശുവിനെ സ്വന്തമാക്കിയത്. ഇപ്പോഴിവിടെ 10 വെച്ചൂർ പശുക്കളുണ്ട്. കുറിയ ഇനം പശുക്കളിൽ 2ാം സ്ഥാനമുള്ള കാസർഗോഡ് ബ്ലോക്ക് ഇവിടെയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ 71 സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള പിഗ്മി ഗോട്ട് എന്ന ഇനവും. പശ്ചിമഘട്ടത്തിലെ കാടുകളിൽ മാത്രം അവശേഷിക്കുന്ന ഹൈറേഞ്ച് ഡോൾഫാണ് മറ്റൊരിനം. വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ ഈ ഇനത്തെ കണ്ടെത്തിയത് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ഒറ്റപ്പെട്ട തുരുത്തിൽ താമസിക്കുന്നവരിൽ നിന്നാണ്. കുട്ടിയാനയെപ്പോലെ വളരുന്ന ഗുജറാത്ത് നാടൻ ഇനമായ ഗീറും ഇവിടെ മേയുന്നു. ഇവയുടെ പാലിന് ഔഷധഗുണം ഏറെയാണ്. നാടൻ പശുക്കൾക്ക് പാൽ കുറവാണ് എന്നതുകൊണ്ടാണ് കർഷകർക്ക് താൽപ്പര്യം കുറഞ്ഞത്. 1970കളിൽ ഇൻഡോ സ്വിസ് പ്രൊജക്ടിന്റെ ആരംഭത്തോടെ അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ കൊണ്ടുവന്നാണ് ഇവിടെ ധവള വിപ്ലവം നടത്തിയത്. ഇന്നും പാൽ ഇറക്കുമതി ചെയ്യുന്നു. ലിറ്ററിന് 20 രൂപയോളം പാലിന്റെ വില എത്തുകയും ചെയ്തു. ക്ഷീരകർഷകരുടെ എണ്ണം കുത്തനെ കുറയുകയാണ്. എപ്പോഴും നഷ്ടക്കണക്കുകൾ മാത്രം. പന്നിപ്പശു എന്ന് മാഷു വിളിക്കുന്ന പശുവും പന്നിയും ചേർന്നുള്ള സങ്കര ഇനങ്ങൾക്കും വിദേശ ഇനങ്ങൾക്കും പ്രതിരോധശേഷി തീരെയില്ല. ഇതാണ് നഷ്ടത്തിന് കാരണമെന്നാണ് മാഷിന്റെ പക്ഷം. പാൽ വിപ്ലവം നടത്താനിറങ്ങിയവർ നാടൻ പശുക്കളെയും വിത്തുകാളകളെയും നാടുനീളെ നടന്ന് ബന്ധീകരിച്ചു. അമ്പലങ്ങളിൽ നടയിരുത്തിയവയും പശ്ചിമഘട്ടത്തിൽ അവശേഷിച്ചവയും മാത്രം രക്ഷപ്പെട്ടു. നാടൻ പശുക്കൾ നാടു നീങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ബോധ്യമായതാണ് ചന്ദ്രൻമാഷെ ഇത്തരമൊരു ഉദ്യമത്തിന് പ്രേരിപ്പിച്ചത്.